ഏറ്റവും കൂടുതൽ മുട്ടയിടുന്ന പക്ഷി ഏതാണ്? ഒട്ടകപ്പക്ഷി, കുയിൽ, പരുന്ത്, പെൻഗ്വിൻ. ഏറ്റവും കൂടുതൽ മുട്ടയിടുന്ന പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. ഭൂമിയിലെ ഏറ്റവും വലിയ പക്ഷിയായ ഒട്ടകപ്പക്ഷികൾക്ക് മികച്ച പ്രജനന ശേഷിയുണ്ട്. ഇവ ഒരു പ്രജനന കാലയളവിൽ കൂട്ടമായി ഏകദേശം 40 മുതൽ 60 വരെ മുട്ടകൾ ഇടാറുണ്ട്. ജീവശാസ്ത്രപരമായി ഇവയുടെ ശരീരഘടനയും ഉയർന്ന പ്രത്യുൽപാദന ശേഷിയുമാണ് ഇതിന് കാരണം. വെറുക്കപ്പെട്ട രാജ്യം എന്നറിയപ്പെടുന്ന രാജ്യമേതാണ്? പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ. വെറുക്കപ്പെട്ട രാജ്യം എന്നറിയപ്പെടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ആഗോള രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും തുടർച്ചയായ ആഭ്യന്തര സംഘർഷങ്ങൾ, അസ്ഥിരത, തീവ്രവാദ പ്രശ്നങ്ങൾ എന്നിവ കാരണം ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുകയും കടുത്ത വിമർശനങ്ങൾക്ക് പാത്രമാവുകയും ചെയ്തതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനെ വെറുക്കപ്പെട്ട രാജ്യം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട രാജ്യമെന്ന് വിശേഷിപ്പിക്കാറുള്ളത്. ഓറിയോ ഏത് രാജ്യത്തെ കമ്പനിയാണ്? ബ്രസീൽ, ഇന്ത്യ, അമേരിക്ക, നേപ്പാൾ. ഓറിയോ എന്നത് ഏത് രാജ്യത്തെ കമ്പനിയാണ്? അമേരിക്കയാണ് ശരിയായ ഉത്തരം. ലോകപ്രശസ്തമായ ഓറിയോ ബിസ്ക്കറ്റ് ആദ്യമായി പുറത്തിറക്കിയത് അമേരിക്കൻ കമ്പനിയായ നാബിസ്കോ നാഷണൽ ബിസ്ക്കറ്റ് കമ്പനിയാണ്. 1912 മാർച്ചിൽ ന്യൂയോർക്കിലാണ് ഈ ബ്രാൻഡ് ആദ്യമായി നിർമ്മിക്കപ്പെട്ടത്. ഏറ്റവും ആകർഷണം തോന്നുന്ന പെൺകുട്ടി എന്നർത്ഥം വരുന്ന പേര്? ഏഞ്ചൽ, സോഫിയ, ഇമ്മ, ഒലീവിയ. ഏറ്റവും ആകർഷണം തോന്നുന്ന പെൺകുട്ടി എന്നർത്ഥം വരുന്ന പേരാണ് സോഫിയ. സോഫിയ എന്നത് ഒരു ഗ്രീക്ക് നാമമാണ്. ഇതിൻ്റെ മൂലപദത്തിന് ജ്ഞാനം, ബുദ്ധി അല്ലെങ്കിൽ മനോഹരമായ, ആകർഷണീയമായ വ്യക്തിത്വഗുണങ്ങൾ എന്നാണ് അർത്ഥം വരുന്നത്. ചരിത്രപരമായി പ്രശസ്തരായ രാജ്ഞിമാരുടെയും വിശുദ്ധരുടെയും പേരായി ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഏത് പഴത്തിൻ്റെ വിത്ത് കഴിച്ചാൽ പൂച്ചകൾ മരണപ്പെടും? പപ്പായ, ഏത്തപ്പഴം, ആപ്പിൾ, ചക്ക. പൂച്ചകൾ മരണപ്പെടാൻ കാരണമായത് പപ്പായയുടെ വിത്തുകളാണ്. പപ്പായയുടെ കുരുക്കളിലും തൊലിയിലും കാർപെയിൻ, പപ്പൈൻ തുടങ്ങിയ ചില വിഷാംശങ്ങളും എൻസൈമുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് പൂച്ചകൾ, നായ്ക്കൾ തുടങ്ങിയ ചെറിയ വളർത്തുമൃഗങ്ങളുടെ ദഹന വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുകയും വിഷബാധയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ലെയ്സ് പോലുള്ളവയുടെ പാക്കറ്റിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ, നൈട്രജൻ, ബോറോൺ, കാർബൺ. ലെയ്സ് പോലുള്ളവയുടെ പാക്കറ്റിൽ നിറച്ചിരിക്കുന്ന വാതകമാണ് നൈട്രജൻ. ചിപ്സ് പോലുള്ള ആഹാര സാധനങ്ങൾ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് പെട്ടെന്ന് കേടായി പോകുന്നത് തടയാനും പാക്കറ്റ് പൊട്ടിപ്പോകാതെ ഉള്ളിലെ സാധനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാനുമാണ് മർദ്ദത്തിൽ നൈട്രജൻ വാതകം നിറയ്ക്കുന്നത്. ഇത് ഭക്ഷണത്തിൻ്റെ രുചിയും മൊരിപ്പും നിലനിർത്തും. സ്വർണം കൊണ്ടുള്ള വണ്ടികൾ ഓടുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യ, ഇന്ത്യ, ജപ്പാൻ, ജനീവ. സ്വർണം പൂശിയ അല്ലെങ്കിൽ സ്വർണം കൊണ്ടുള്ള വണ്ടികൾ ഓടുന്ന രാജ്യമാണ് സൗദി അറേബ്യ. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ വിശിഷ്യ സൗദി അറേബ്യയിലും UAE-യിലും ഉള്ള അതിസമ്പന്നരായ ആളുകൾ തങ്ങളുടെ ആഡംബര ജീവിതശൈലി പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വില കൂടിയ കാറുകൾ സ്വർണം പൂശി മാറ്റിയെടുക്കാറുണ്ട്. ഇതാണ് ഈ പ്രസ്താവനയ്ക്ക് ആധാരം. കടുവയ്ക്ക് മുൻപ് ഇന്ത്യയുടെ ദേശീയ മൃഗമായി കരുതിയിരുന്നത് ഏത് മൃഗത്തിനെയാണ്? ആന, സിംഹം, എരുമ, പശു. കടുവയ്ക്ക് മുൻപ് ഇന്ത്യയുടെ ദേശീയ മൃഗമായി കരുതിയിരുന്ന മൃഗമായിരുന്നു സിംഹം. 1973 പ്രൊജക്റ്റ് ടൈഗർ ആരംഭിക്കുന്നതിന് മുൻപ് വരെ ഇന്ത്യയുടെ ഔദ്യോഗിക ദേശീയ മൃഗം ഏഷ്യൻ സിംഹമായിരുന്നു. പിന്നീട് കടുവകളുടെ എണ്ണത്തിലുണ്ടായ കുറവും അവയുടെ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യവും കണക്കിലെടുത്ത് റോയൽ ബംഗാൾ കടുവയെ ദേശീയ മൃഗമായി മാറ്റി പ്രഖ്യാപിക്കുകയായിരുന്നു. പാകിസ്ഥാൻ്റെ ദേശീയ മധുരപലഹാരം ഏത്? ഗുലാബ് ജാം, രസഗുള, ലഡു, ജിലേബി.
പാകിസ്ഥാൻ്റെ ദേശീയ മധുരപലഹാരം എന്ന് പറയുന്നത് ഗുലാബ് ജാമാണ്. പാകിസ്ഥാൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിലും ആഘോഷങ്ങളിലും പരമ്പരാഗതമായി വളരെ പ്രാധാന്യമുള്ളൊരു മധുരപലഹാരമാണിത്. അവിടുത്തെ ഔദ്യോഗിക പാചകരീതികളിൽ വലിയ സ്വീകാര്യതയുള്ളതിനാലാണ് ഗുലാബ് ജാമിനെ ദേശീയ മധുരപലഹാരമായി കണക്കാക്കുന്നത്. സ്ത്രീകളുടെ യോനിയിൽ അല്പം വെളിച്ചെണ്ണ പുരട്ടി ബന്ധപ്പെട്ടാൽ വികാരം ഇരട്ടിക്കും, വികാരം കുറയും, രതിമൂർച്ഛ വർദ്ധിക്കും, പ്രത്യേകിച്ചൊന്നുമുണ്ടാകില്ല. സ്ത്രീകളുടെ യോനിയിൽ അല്പം വെളിച്ചെണ്ണ പുരട്ടി ബന്ധപ്പെട്ടാൽ വികാരം ഇരട്ടിക്കും. ലൈംഗിക ബന്ധ സമയത്ത് യോനിയിൽ സ്വാഭാവിക ഈർപ്പം കുറവുള്ളപ്പോൾ വെളിച്ചെണ്ണ ഒരു പ്രകൃതിദത്ത ലൂബ്രിക്കൻ്റായി ഉപയോഗിക്കാറുണ്ട്. ഇത് ഘർഷണം കുറയ്ക്കാനും വേദന ഒഴിവാക്കാനും സഹായിക്കും. എങ്കിലും കൃത്രിമ ലാറ്റക്സ് ഗർഭനിരോധന ഉറകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ എണ്ണ അവയുടെ ഉറപ്പ് കുറയ്ക്കുമെന്നതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഭാരതത്തിൻ്റെ യൂക്ലിഡ് എന്നറിയപ്പെടുന്ന ശാസ്ത്രകാരൻ ആര്? ഭാസ്കരാചാര്യൻ, മഗല്ലൻ, വിശ്വേശ്വരയ്യ, ചാണക്യൻ. ഭാരതത്തിൻ്റെ യൂക്ലിഡ് എന്നറിയപ്പെടുന്ന ശാസ്ത്രകാരനായിരുന്നു ഭാസ്കരാചാര്യൻ. മനുഷ്യ നേത്രത്തിനുള്ളതിനേക്കാൾ കൂടുതൽ റോഡ് കോശങ്ങളുള്ള ജീവി? പൂച്ച, നായ, കുറുക്കൻ, കുരങ്ങൻ. മനുഷ്യ നേത്രത്തിനുള്ളതിനേക്കാൾ കൂടുതൽ റോഡ് കോശങ്ങളുള്ള ജീവിയാണ് പൂച്ച. ഉത്തരാഖണ്ഡിൽ ഹിമാലയ ദിവസ് ആയി ആചരിക്കുന്നത് എന്ന്? സെപ്റ്റംബർ 9, ഓഗസ്റ്റ് 8, മാർച്ച് 4, ജനുവരി 10. ഉത്തരാഖണ്ഡിൽ ഹിമാലയ ദിവസ് ആയി ആചരിക്കുന്ന ദിവസമാണ് സെപ്റ്റംബർ 9. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ശുദ്ധജല തടാകം ഏത്? ബൈക്കൽ തടാകം, ദാൽ തടാകം, ഉമിയാം തടാകം, ചിൽക്ക തടാകം. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ശുദ്ധജല തടാകമാണ് ബൈക്കൽ തടാകം. ജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 9, 4, 3, 7. ജലത്തിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത് സാധാരണയായി 7 ആണ്. സ്പെയിനിലെ കായിക വിനോദം എന്താണ്? കാളപ്പോര്, അമ്പെയ്ത്ത്, ബേസ്ബോൾ, റഗ്ബി. സ്പെയിനിലെ കായിക വിനോദം എന്ന് പറയുന്നത് കാളപ്പോരാണ്. കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ വനിതാ കായിക താരം ആര്? PT ഉഷ, MD വത്സമ്മ, ഷൈനി വിൽസൺ, KM ബീനാമോൾ. കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ വനിതയായിരുന്നു PT ഉഷ. കേരളത്തെ കൂടാതെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? കർണാടക, തമിഴ്നാട്, തെലുങ്കാന, ത്രിപുര. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് തെലുങ്കാന. ജീവന് അടിസ്ഥാനമായ മൂലകം ഏത്? കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ ഇവയൊന്നുമല്ല. ജീവന് അടിസ്ഥാനമായ മൂലകം എന്ന് പറയുന്നത് 99% കാർബണാണ്. ബിഗ് ആപ്പിൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജ്യമേത്? ന്യൂയോർക്ക്, ഫിലിപ്പൈൻസ്, ഈജിപ്ത്, വെനീസ്. ബിഗ് ആപ്പിൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജ്യമായിരുന്നു ഈജിപ്ത്.